ദേശീയപാത കോഴിക്കോട് ബൈപ്പാസിൽ ഉളവണ്ണ ടോൾ പ്ലാസയിൽ ട്രയൽ റൺ തുടങ്ങി. വിജ്ഞാപനത്തിന് ശേഷം ടോൾ പിരിച്ചു തുടങ്ങും. പ്ലാസയിൽ നിന്നും 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്വകാര്യ കാറുകൾക്ക് പ്രതിമാസം 340 രൂപയുടെ പാസ് അനുവദിക്കും. സൗജന്യ യാത്ര വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ ഒരു ടോൾ പ്ലാസ കൂടി തുറന്നിരിക്കുകയാണ്. വെങ്ങളം രാമനാട്ടുകര സ്ട്രെച്ചിൽ ഒളവണ്ണയിലാണ് ടോൾ പ്ലാസ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. നിലവിൽ ഈ ആദ്യ ദിവസങ്ങളിൽ വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കുന്നതല്ല. അതിനുശേഷം വിജ്ഞാപനം ഇറങ്ങുന്ന മുറയ്ക്കാണ് ടോൾ ഈടാക്കി തുടങ്ങുക. അതായത് ഈ പ്രദേശത്ത് 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആളുകൾക്ക്, സ്വകാര്യ കാറുകൾക്ക് മാസാടിസ്ഥാനത്തിൽ 340 രൂപയുടെ പാസ് അനുവദിക്കുന്നുണ്ട്. അല്ലാതെ മറ്റു സൗജന്യ യാത്ര ടോൾ പ്ലാസയിൽ കൂടി ഇല്ല എന്നതാണ്. അപ്പോൾ കാർ, ജീപ്പ്, വാൻ, ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് 90, ഇരുവശത്തേക്കും 135, പ്രതിമാസ നിരക്ക് 2975. കോഴിക്കോട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് 45 രൂപ എന്ന നിരക്കിലാണ് ഈ ടോൾ പ്ലാസയുടെ പ്രവർത്തനം ഉണ്ടാവുക. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾ UPI പേയ്മെൻറ്റായി ഈ ടോൾ നൽകുന്നതെങ്കിൽ 1.25%, അതായത് 1.25% അധിക തുക ടോളിനേക്കാൾ നൽകേണ്ടതായിട്ടുണ്ട്. ക്യാഷ് മാത്രമുള്ള യാത്രക്കാരാണെങ്കിൽ അവർ ഈ ടോൾ എത്രയാണോ അതിനേക്കാൾ 2 ഇരട്ടി നിരക്ക് ടോൾ നൽകേണ്ടതുണ്ട് എന്നതൊക്കെ യാത്രക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രൊജക്ട് ഓഫീസർക്ക് ഡൽഹി ഓഫീസിൽ NHAIയുടെ എല്ലാ ആസ്ഥാനത്തിലും, തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയുള്ള എല്ലാ ആസ്ഥാനങ്ങളിലും ഞങ്ങളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലെറ്റർ നേരത്തെ തന്നെ നൽകിയതാണ്. എന്നിട്ട് ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല. 20 കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായിട്ട് തന്നെ അനുവദിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. താലൂക്ക് ഓഫീസുകൾ കോഴിക്കോടാണ്. അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക്. ഒന്നുകിൽ ഞങ്ങൾക്ക് സൗജന്യം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇനി അതല്ലെങ്കിൽ തന്നെയും ചെറിയ നിരക്കിൽ, സൗജന്യ നിരക്കിൽ എങ്കിലും ഞങ്ങൾക്ക് ഇത് അനുവദിച്ച് കിട്ടണം. സൗജന്യമായി യാത്ര അനുവദിക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പക്ഷെ അങ്ങനെയല്ല. വെങ്ങളം രാമനാട്ടുകര സ്ട്രെച്ചിൽ വരുന്ന യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറഞ്ഞത് ഒരാഴ്ചക്കകം ടോൾ പിരിവ് ആരംഭിക്കുന്നതാണ്. ഫാസ്ടാഗ് റീചാർജ് ചെയ്തില്ലെങ്കിൽ UPI പേയ്മെൻറ്റ് വഴിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ 1.25% അധിക തുക, കയ്യിൽ പണം മാത്രമുള്ള ആളുകളാണെങ്കിൽ ഇരട്ടി തുക ടോൾ നൽകേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. ജോം ടിക്കയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.